ഡിവൈഎഫ്ഐയുടെ പാനൂരിലെ ഇൻഫ്ലുവൻസർ പോരാളികൾ ഈ വാഹനത്തിന് പിറകിലായി കാൽനട ചേർന്ന് കടന്നു വരികയാണ്. പെരിങ്ങളം ന്യൂസിലേക്ക് സ്വാഗതം. ഉണരണം യുവത, ഉയരണം ഇന്ത്യ എന്ന മുദ്രാവാക്യമുയർത്തി ഡിവൈഎഫ്ഐ പാനൂർ ബ്ലോക്ക് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ യങ് ഇന്ത്യ 80ാം സ്വാതന്ത്ര്യ ദിനാഘോഷത്തിൻ്റെ ഭാഗമായി യുവജന റാലി നടന്നു. പാനൂർ ബസ് സ്റ്റാൻഡിൽ ഡിവൈഎഫ്ഐ കേന്ദ്ര കമ്മിറ്റി അംഗം എം ഷാജർ ഉദ്ഘാടനം ചെയ്തു. ബ്ലോക്ക് പ്രസിഡന്റ് NK റൂബിൻ അധ്യക്ഷനായി. കെ ഷിനൻഡു, രശ്മി കളത്തിൽ, KP വിവേക്, നിവേക് പവിത്രൻ, അമൽ രാജ്, KP അനുരാഗ്, K ജനിലേഷ് എന്നിവർ സംസാരിച്ചു. ബ്ലോക്ക് സെക്രട്ടറി കിരൺ കരുണാകരൻ സ്വാഗതം പറഞ്ഞു. പെരിങ്ങളം ന്യൂസ്, പാനൂർ. രാജ്യത്തിന്റെ സ്വാതന്ത്ര്യദിനാഘോഷത്തിൽ എവിടെയാണ് രാജ്യത്തിന്റെ സ്വാതന്ത്ര്യം എന്നതിനെ സംബന്ധിച്ച് അതാത് ദിവസങ്ങളിൽ നമ്മുടെ രാജ്യത്തെ യുവജനങ്ങളെ അണിനിരത്തിയിട്ടുള്ള ഒരു ചർച്ച, സംവാദം, ഒരു പ്രതിഷേധം അതാണ് സംഘടിപ്പിച്ചിരിക്കുന്നത്. പലരും ഞങ്ങളോട് ഇത്തരം ഘട്ടത്തിൽ രാജ്യത്തിന്റെ സ്വാതന്ത്ര്യദിനാഘോഷത്തിന്റെ ദിവസം ഇത്തരം പരിപാടികൾ സംഘടിപ്പിക്കേണ്ടതുണ്ടോ, ഒരു സമരമായി മാറേണ്ടതുണ്ടോ എന്ന ചോദ്യം പലപ്പോഴും ചോദിക്കാറുണ്ട്. ഐതിഹാസികമായ സമരം നയിച്ച് നേടിയെടുത്ത രാജ്യത്തിന്റെ സ്വാതന്ത്ര്യം എവിടെ എത്തിയിരിക്കുന്നു എന്നുള്ളത് ഗൗരവമേറിയ വിഷയം തന്നെയാണ്. നിങ്ങൾ നോക്കണം, ഇന്നൊരു പക്ഷെ നമ്മുടെ രാജ്യത്തിന്റെ 79 സ്വാതന്ത്ര്യദിനാഘോഷത്തിലും കാണാത്ത ചില കാര്യങ്ങൾ നമ്മൾ കേരളത്തിലും രാജ്യത്തിലും കാണുകയാണ്. ദേശീയ ഗാനം ഉരുവിടുമ്പോൾ നമ്മളെല്ലാം നിശബ്ദമായി ഇരിക്കണമെന്ന് ദേശീയ ഗാനത്തിന്റെ പ്രോട്ടോകോളാണ്. ദേശീയ ഗാനം ഉരുവിടുമ്പോൾ നമ്മളെല്ലാം നിശബ്ദമായി എഴുന്നേറ്റ് നിൽക്കണം. പറ്റുമെങ്കിൽ നമുക്ക് ആ ദേശീയ ഗാനം അതിനോടൊപ്പം ഉരുവിടാം എന്നുള്ള കാര്യത്തിൽ നമുക്ക് രണ്ട് പ്രശ്നങ്ങളൊന്നുമില്ല. പക്ഷേ ഇത് ഇന്ത്യയിൽ പലയിടങ്ങളിലും, പ്രത്യേകിച്ച് കേരളത്തിൽ കോഴിക്കോട് കോർപ്പറേഷനിലായാലും ഒന്നിടങ്ങളിൽ നമ്മൾ കണ്ട അശ്ലീലമായ ചില സംഭവങ്ങൾ നമ്മൾ സാക്ഷ്യം വഹിച്ചു. രാജ്യത്തിന്റെ സ്വാതന്ത്ര്യത്തിൽ ഒരു ഭരണഘടനയെ അംഗീകരിച്ചു പോകുന്ന രാജ്യത്ത് ആ രാജ്യം കഴിഞ്ഞ 12 വർഷക്കാലം ഭരിക്കുന്നത് BJP ആണ് എന്നതുകൊണ്ട് അവരുടെ രാഷ്ട്രീയ താല്പര്യത്തിൽ ആ കേന്ദ്ര ഗവൺമെന്റ് പറഞ്ഞിരിക്കുന്ന ഒരു പാട്ട്, ഒരു ദേശീയ ഗീതം എന്നതിൽ പറഞ്ഞിരിക്കുന്ന വന്ദേ ഭാരതം, അത് മത്സരിച്ചുകൊണ്ട് ദേശീയ ഗാനത്തെ തന്നെ മറച്ചു വെച്ചുകൊണ്ട് ദേശീയ ഗാനം കേൾക്കാൻ പറ്റാത്ത വിധത്തിലേക്ക് ഉച്ചത്തിൽ ദേശീയ ഗാനത്തെ കവച്ച് വെച്ച് മറ്റൊരു പാട്ട് പാടുകയാണ്. നടപ്പാക്കിക്കൊണ്ടിരിക്കുന്ന തെറ്റായിട്ടുള്ള നയങ്ങൾക്കെതിരെ രാജ്യത്തെ പുതുക്കുന്ന യുവജന പ്രസ്ഥാനം ഡിവൈഎഫ്ഐ ആ ഗവൺമെന്റിന്റെ നയങ്ങൾക്കെതിരായിട്ടുള്ള സമരങ്ങളെ കണ്ട് സംഘടിപ്പിക്കുക എന്നുള്ളത് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. നമ്മൾ ജനിച്ച ഈ രാജ്യത്തെ ചെറുപ്പക്കാർക്ക്, രാജ്യത്തെ തൊഴിലാളികൾക്ക്, കർഷകർക്ക് ജീവിക്കണമെങ്കിൽ സമരം ചെയ്യാതെ മാറി നിൽക്കാൻ സാധിക്കില്ല എന്ന സാഹചര്യത്തിലേക്ക് രാജ്യത്തെ യുവജന പ്രസ്ഥാനം മാറിയിരിക്കുകയാണ്. യുവജന പ്രസ്ഥാനം മാത്രമല്ല, രാജ്യത്തെ മുഴുവൻ ജനങ്ങളും മാറിയിരിക്കുകയാണ്. സമരങ്ങൾ നേരത്തെ തന്നെ ഡിവൈഎഫ്ഐ ഏറ്റെടുത്ത് വന്നിട്ടുള്ള മുദ്രാവാക്യങ്ങളാണ്. ഈ വർത്തമാന രാഷ്ട്രീയത്തിൽ നാം മുന്നോട്ട് വെക്കുന്ന ഈ സ്വാതന്ത്ര്യ ദിനത്തിൽ നമുക്കറിയാം, നമ്മളെപ്പോലെയുള്ള നേരത്തെ അനേകായിരം ആളുകൾ പൊരുതി നേടിയിട്ടുള്ള ഈ സ്വാതന്ത്ര്യം ഇന്ന് ജനാധിപത്യം സംരക്ഷിക്കാൻ സംരക്ഷിക്കാൻ
ഒറ്റുകാരുടെ പിന്മുറക്കാർ ഒറ്റുകാരുടെ പിന്മുറക്കാർ ആട്ടിൻപാടി നടക്കണ്ട ഞങ്ങളെ നെഞ്ചു തുടിക്കും വരെയോ ഞങ്ങളോട് കളിക്കേണ്ട ഇൻക്ലാബ് സിന്ദാബാദ് സാമ്രാജ്യത്തെ കഴുകന്മാർക്ക് അടിയറ വെക്കാൻ വിടില്ല. പ്രകടനത്തിൽ പങ്കെടുക്കുന്ന മുഴുവൻ സഖാക്കളും ഇവിടെ മുമ്പിൽ അനുവദിക്കേണ്ട കസേരയിൽ വന്നിരിക്കണമെന്ന് അഭ്യർത്ഥിക്കുക. ഡിവൈഎഫ്ഐ മേഖലാ ഭാരവാഹികൾ ശ്രദ്ധിക്കുക. പ്രകടനത്തിൽ പങ്കെടുക്കുന്ന മുഴുവൻ സഖാക്കളെയും ഇവിടെ അണിനിരത്തിയിട്ടുള്ള കസേരയിൽ ഇരുത്താൻ ആവശ്യമായിട്ട് നടത്തുന്നത്.